എന്നെ കൂടാതെ 4 രാധാകൃഷ്ണന്മാരെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പിലിട്ട് മർദ്ദിച്ചതിന് ശേഷം കേസ് ചാർജ് ചെയ്യുന്ന മ്യൂസിയത്തെ SHO അദ്ദേഹം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നിന്ന ആളുകളെല്ലാം പല ഘട്ടങ്ങളിൽ മാറി മാറി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു മഹാനായ സ്ഥാനാർത്ഥി വരുന്നു, എല്ലാ കണ്ണമൂലയില് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ്. ഇവിടെ മറ്റെങ്ങും കാണാത്തൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 4 രാധാകൃഷ്ണന്മാരാണ് മത്സരിക്കുന്നത്. ശരിക്കും എന്താണ് അങ്ങനെ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വളരെ അപൂർവമായൊരു സംഭവമായിരിക്കും ഇത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം എടുത്താൽ മിക്കവാറും വാർഡുകളിൽ 3 മുന്നണികളും പരസ്പര അപരന്മാരെ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ സമീപ വാർഡുകൾ തന്നെ പരിശോധിച്ചാൽ എല്ലായിടത്തും. കണ്ണമൂലയിലേക്ക് വരുമ്പോൾ 3 മുന്നണികളും പരസ്പരം നിശ്ചയിച്ച് ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച പോലെ അപരന്മാരെ നിർത്തിയിട്ടേയില്ല. 3 കൂട്ടർക്കും വേണ്ടത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ വോട്ടുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ 3 കൂട്ടരും ചേർന്ന് എന്നെ കൂടാതെ 4 രാധാകൃഷ്ണന്മാരെ അപരന്മാരായി, അപരന്മാർ മറ്റു അതേ പേരിൽ നിൽക്കുന്ന മറ്റൊരാൾ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതെ 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 അപ്പോൾ അതെ BJPയും LDFിലെ NCPയും UDFിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി CMPയും ഇവരുടെ പേരുകളൊന്നും റെയർ നെയിമൊന്നും അല്ല. വളരെ സാധാരണമായി ഒരുപാട് പേരുള്ള പേരുകൾ തന്നെയാണ് ഈ 3 പേരുടെയും. അപ്പം അങ്ങനെ നിർത്താതെ, അവർക്ക് അപരന്മാരെ നിർത്താതെ എൻ്റെ വോട്ട് പരമാവധി കുറയ്ക്കുക, അതിനുവേണ്ടി മാത്രം വലിയൊരു കെണി ഒരുക്കിയതാണ് ഈ 4 രാധാകൃഷ്ണൻ. അപ്പം ഞാൻ ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറോട് അഭ്യർത്ഥിച്ച് അവസാനം പാറ്റൂർ എന്നുകൂടെ ചേർത്ത് എൻ്റെ സ്ഥലനാമം പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ചിഹ്നം മൊബൈൽ ഫോണാണ്. ഈ ചിഹ്നം മറ്റാളുകളെ കൊണ്ട് പിന്നീട് ആവശ്യപ്പെടുന്നു. അത് ഈ ഇവിടെ നിന്ന് ചോർത്തുന്നതാണ്. ഈ ഓഫീസിൽ നിന്ന്, റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ നിന്ന് തന്നെ ചോർത്തി അതേ ചിഹ്നം മറ്റ് രാധാകൃഷ്ണന്മാരെ കൊണ്ട് ആവശ്യപ്പെടുക. പക്ഷേ അവിടെ അവസാനം റിട്ടേണിംഗ് ഓഫീസർക്ക് ചെയ്യാൻ കഴിയുക നറുക്കിടൽ മാത്രമാണ്. അത് നറുക്കിട്ടപ്പോൾ മഹാഭാഗ്യം പോലെ എനിക്ക് തന്നെ മൊബൈൽ ഫോണ് എൻ്റെ ചിഹ്നം, ഞാൻ ആഗ്രഹിച്ച ചിഹ്നം, ആവശ്യപ്പെട്ട ചിഹ്നം ലഭിക്കുകയും ചെയ്തു. അല്ല, ആദ്യമൊക്കെ തടസ്സം പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ പാറ്റൂർ എന്നറിയപ്പെടുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ പാറ്റൂർ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയി കഴിഞ്ഞ 30 കൊല്ലം ഇടവേളകളോട് ഇടയ്ക്കിടയ്ക്ക് മാറിയിട്ടാണെങ്കിലും 30-35 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പാറ്റൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 50-60 മീറ്റർ മാറിയാണ് എൻ്റെ വീട്. പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയപ്പെടേണ്ടത്? എന്നാൽ മറ്റു പല സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുടെ പേരിനോടൊപ്പം അവരുടെ സ്ഥലനാമം ചേർത്തിട്ടുണ്ട്. സമീപ വാർഡുകളിൽ പോലും ഉണ്ട്. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് വളരെ കാൽക്കുലേറ്റഡ് ആയി ഞാൻ മത്സരിക്കാതിരിക്കുക, എന്നെ തടസ്സപ്പെടുത്തുക, അതിന് കുറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളുടെ കൂട്ടത്തിലൊന്നാണ്. അല്ല, അതൊരു കാര്യമില്ലാതെ എന്നിട്ടിപ്പോൾ എന്നെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പിലിട്ട് മർദ്ദിച്ചതിന് ശേഷം അവിടെ ഒരു FIR മ്യൂസിയത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വളരെ വിചിത്രമാണ്. ഞാൻ അപ്പോൾ തന്നെ പരാതി കൊടുത്തു. ഞാൻ കമ്മീഷണർ ഓഫ് പോലീസ് CP അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ആ സ്പോട്ടിൽ നിന്നുണ്ട്, എന്നത് ഇങ്ങനെ മർദ്ദിച്ചിരിക്കുന്നു. റിട്ടേണിംഗ് ഓഫീസറോട് അപ്പം തന്നെ കയറി പറയുന്നത് ഇതിന്റെ മുമ്പിലിട്ട് മർദ്ദിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇവർ ഈ മർദ്ദിച്ച ആളുകൾ അപ്പുറത്ത് പെട്ടെന്ന് കടന്നു കളയുകയാണല്ലോ. ഈ ആളുകൾ തൊട്ടപ്പുറത്ത് പോയി സമീപത്തെ വേറൊരു, ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് ഒരു വീഡിയോ, ആ വീഡിയോ കണ്ടവർക്കറിയാം, വളരെ മോശമായ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് ആക്രമിക്കുകയാണ്. എന്നെയും എൻ്റെ കൂടെ ഉള്ള ആളുകളെ 2 പേരെയും ആക്രമിക്കുകയാണ്. അതിനുശേഷം ഇവർ പോയി തൊട്ടടുത്ത വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റിനെയും തല്ലി. എന്നിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന പരാതി ഞാൻ അങ്ങോട്ട് ചെന്ന് മർദ്ദിച്ചു എന്നാണ്. വളരെ വിചിത്രമാണിത്. ഈ കേസ് ചാർജ് ചെയ്യുന്ന മ്യൂസിയത്തെ SHO അദ്ദേഹം മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 10-200 ആളുകൾ, ഏതാണ്ട് 30 വാർഡിലെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ അവരോടൊപ്പം വന്ന ആളുകളും കൂടെ 200-250 ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. 2 പേരോടൊപ്പം ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. ഈ പറഞ്ഞ അപ്പുറത്തെ വാർഡിലെ മഹാനായ വലിയ സ്ഥാനാർത്ഥിയെ, വലിയ രാഷ്ട്രീയ നേതാവിനെ പടപടേന്നടിക്കുന്നു. എന്തൊരു വിചിത്ര വാദമാണ്. എന്നിട്ട് ഞാൻ, നാണമില്ല ഇതിന്, ഞാൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ. അപ്പോൾ ഇതാണ് സംഭവിച്ചിപ്പോൾ. എനിക്കെതിരെ പരാതി കേസെടുക്കുമെന്ന് പറഞ്ഞാണ് പോലീസിന്റെ ഇത് ഈ നീതി ബോധമുള്ളവർ ഈ ഇന്നത്തെ നിയമ സംവിധാനം, ഈ ലോ ആൻഡ് ഓർഡർ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ജനാധിപത്യ വിശ്വാസികൾ ആലോചിച്ചേ മതിയാവൂ. അത് ഒരു ഭീകരമായ അവസ്ഥയാണ്. മാനസികമായി തളർത്തുക എന്നുള്ളതാണ്. അല്ല, അത് കുറെ നാളായി. അന്ന് ഒരു ചാനലിൽ വന്നിരുന്നിട്ട് എന്നെ കുറിച്ച് വളരെ മോശം പരാമർശങ്ങൾ നടത്തി. ഞാൻ ഈ ആളുകളെ കുറിച്ചൊക്കെ ശരിക്കും വസ്തുതാപരമായിട്ടുള്ള മോശം നിലയെക്കുറിച്ച്
പഴയ ചരിത്രം മുതൽ പറയാൻ അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ല. പക്ഷെ ഞാൻ ഒരാളിനെ കുറിച്ച് മോശമായ ഒരു വാക്കും ഇപ്പോഴും ഈ പറഞ്ഞ തൊട്ടപ്പുറത്തെ വാർഡിൽ എന്നെ തല്ലാൻ നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഇവരിങ്ങനെ വന്നു നിന്നിട്ട് ഈ പറഞ്ഞ തല്ലുന്ന സ്ഥാനാർത്ഥിയോടൊപ്പം ഏറെക്കാലമൊന്നും ആളുകൾ നിൽക്കില്ല. നിന്ന ആളുകളെല്ലാം പല ഘട്ടങ്ങളിൽ മാറി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇയാൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ വേറെ പുതിയ ചില പുത്തൻകൂറ്റുകാരായിട്ടുള്ള ചില ആളുകളാണ്. അതിൽ അവർക്കൊക്കെ ഞാൻ ആരാണെന്ന് അറിയില്ല, എനിക്ക് അവരാരാണെന്നും അറിയില്ല. ഒരാളിങ്ങനെ വന്ന് നിന്നിട്ട് നിന്നെ തീർത്ത് കളയൂടാ. അതൊരു എളുപ്പം ആണല്ലോ ഒരു സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരാളിനെ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുക. അതെന്തൊരു രീതിയാണ്? ഈ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ആരെങ്കിലും മർദ്ദിക്കാൻ ചെന്നാൽ തിരിച്ച് തല്ലുകൊള്ളും എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഇവിടെ ജയസാധ്യതകൾ എങ്ങനെയാണ്? ഞാനൊരു കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി ഇവിടുത്തെ സാധാരണ മനുഷ്യരോടൊപ്പം ജീവിച്ച ഒരാളാണ്. ഞാനൊരു മഹാനായ സ്ഥാനാർത്ഥി വരുന്നു, എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും മറികടന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു മഹാനായ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് ഞാനൊരിടത്തും പരാമർശിച്ചത്. ഞാനൊരു സാധാരണ മനുഷ്യനായി ഈ ആളുകളോടൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിൽ ഇവിടെ നിന്ന് മത്സരിക്കാനും ഇവിടെ നിന്ന് ജയിക്കാനും ഇതുവരെ ഈ ആളുകളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരനെ പോലെ, ഒരു കൂടപ്പിറപ്പിനെ പോലെ ഇടപെട്ട എനിക്ക് ഇവിടെ നിന്ന് മത്സരിക്കാനും ജയിക്കാനും വളരെ മാന്യമായി മറ്റ് വാർഡുകൾക്കൊക്കെ മാതൃകയാകുന്ന തരത്തിൽ 5 കൊല്ലം ഈ വാർഡിനെ സംരക്ഷിക്കാനും കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 100% വിജയിച്ച അവസ്ഥയിലാണ് ഞാനിപ്പോഴുള്ളത്.